ഹലോ ഗൈസ്, അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതിനെപ്പറ്റി കുറേ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നാലും ഒന്നുകൂടെ പറയാം എന്ന് തോന്നി. കാരണം നമുക്ക് ഏറ്റവും കൂടുതലുള്ള ഇഷ്യൂ ബോഡി ടാനിങ് ആണ്. ബോഡി ടാനിങ്ങിൻ്റെ മാക്സിമം ഞാൻ കണ്ടുപിടിക്കുന്ന എല്ലാ പ്രോഡക്റ്റ്സും ഞാൻ കാണിച്ചു തരാം. കാരണം എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്ന പ്രോഡക്റ്റ്സ് എല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. കാരണം അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ് ബോഡി ടാനിങ് എന്ന് പറയുന്നത്. അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് വർക്കായതും അതുപോലെ എൻ്റെ ചേട്ടനും വർക്കായ കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞുതരാം ഗൈസ്. ആദ്യം തന്നെ അത്രയും ബോഡി ടാനിങ് ഉള്ളത് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ നോക്കാം. അതുപോലെ ശ്രദ്ധിച്ച് കേൾക്കുക. ഞാൻ പറയുന്ന രീതി, അപ്ലൈ ചെയ്യാൻ പറയുന്ന രീതി, അതെല്ലാം ഒന്ന് ശ്രദ്ധിച്ച് കേട്ടിട്ട് മാത്രം ഉപയോഗിക്കാൻ നോക്കാം. ഓക്കെ? അപ്പോൾ ഫസ്റ്റ് കാര്യം നമ്മൾ ബോഡി ടാനിങ് പ്രിവെന്റ് ചെയ്യാൻ ചെയ്യേണ്ടതെന്ന് പറയുമ്പം നല്ല രീതിയിൽ സൺസ്ക്രീൻ ഇടുക. മുഖത്ത് മാത്രമല്ല, ബോഡിയിൽ നമുക്ക് ഒരുപാട് ബോഡി സൺസ്ക്രീൻസ് അവൈലബിൾ ആണ്. നമുക്ക് ഇനി ക്രീം പോലെ ഇങ്ങനെ തേക്കാൻ ആഗ്രഹമില്ലാത്തവർക്ക് സൺസ്ക്രീൻ സ്പ്രേകൾ അവൈലബിൾ ആണ് ഒരുപാട്. അതെ, കുറച്ച് ഓപ്ഷൻസ് ഞാൻ ഇവിടെ കൊടുക്കാം. അങ്ങനെ സൺസ്ക്രീൻ സ്പ്രേകളൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ വളരെ നന്നായിട്ടുണ്ടാവും. ഇനി നമുക്ക് ഭയങ്കര ഡ്രൈ ആയിട്ടൊക്കെ ഉള്ള ബോഡിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു അങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു ബോഡി ലോഷൻ ആണ് വേണ്ടത്, പ്ലസ് സൺസ്ക്രീനും കൂടെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്ന ഈ ഒരു സാധനം നല്ലതാണ്. പിന്നെ ഇതൊരു സ്പോൺസേർഡ് വീഡിയോ അല്ല, ഓക്കെ? അപ്പം അത് പറയരുത്. ഇത് ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് കൊള്ളാം എന്ന് തോന്നിയോണ്ട് പറയുന്നതാണ്. ഇത് ബോഡി വൈസിനല്ലല്ലോ, വിഷ് കെയറിൻ്റെ അയ്യോ അതെ, ഇതാണ് ഐറ്റം. ഇതാണ് നമ്മുടെ സാധനം. ഈ സൺസ്ക്രീൻ ബോഡി ലോഷനാണ്. ഞാൻ കാണിച്ചു തരാം. ഇത് SPF 50 കേട്ടോ. നമുക്ക് കിട്ടുന്ന ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വാസ്ലിൻ്റെ ബോഡി സൺസ്ക്രീൻ ആയിരുന്നു. എനിക്ക് തോന്നുന്നത് SPF 30 എന്തോ ആയിരുന്നു. ബട്ട് നമുക്ക് SPF 50 PA4+ അതിനകത്ത് വരുന്നത്. അപ്പോൾ SPF 50 ഉള്ളൊരു ബോഡി സൺസ്ക്രീൻ വളരെ വളരെ നന്നായിട്ടുണ്ടാവും. പിന്നെ ഇതിനകത്ത് UVA UVB പ്രൊട്ടക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. നയാസിനമൈഡ് ഉള്ളതെന്ന് പറയുമ്പോൾ ഭയങ്കര നല്ലതാട്ടോ. ബോഡിയിൽ ടാനിങ് റെഡ്യൂസ് ചെയ്യാൻ നയാസിനമൈഡ് ഹെൽപ്പ് ചെയ്യും. ഓക്കെ? അപ്പം ഇതിനകത്ത് എനിക്ക് അത്യാവശ്യം നല്ലൊരു സംഭവമായിട്ട് തോന്നിയതാ ഈ ഒരു സാധനം. കണ്ടോ? ഈ ഒരു സാധനം ഉള്ളതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ സാധനം ഇതുപോലുള്ള പമ്പുള്ള പ്രോഡക്റ്റ് വെച്ചിട്ട് പോകുമ്പോഴേക്കും ഇങ്ങനെ നെങ്ങിപ്പോകും. എനിക്ക് തോന്നുന്നു ഇപ്പം ഞാൻ മേടിക്കുന്ന മിക്ക പ്രോഡക്റ്റിന് ഈ ഒരു സാധനമുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ നെങ്ങിപ്പോകുന്ന പരിപാടിയൊന്നുമില്ല. പിന്നെ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് ഇങ്ങനെ ഓപ്പൺ ചെയ്യും. അയ്യോ, അങ്ങനെ ഇല്ലല്ലോ. ഇങ്ങനെ എന്തായാലും ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇതെന്ന് പറയുമ്പോൾ ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയെന്ന് പറയുമ്പോൾ അത്ര വലിയ പോരായ്മയൊന്നും അല്ല. എന്നാലും സൺസ്ക്രീൻ ലോഷൻ ആയതുകൊണ്ടാണ് ഇത് അത്ര പെട്ടെന്ന് അങ്ങനെ ബ്ലെൻഡ് ആവത്തില്ല. ബ്ലെൻഡ് ആയല്ലോ. എന്നാലും ചില സമയത്ത് ഇച്ചിരി ടൈം എടുക്കാറുണ്ട്. എന്നാലും ഇത്രയൊക്കെ ബ്ലെൻഡ് ചെയ്യേണ്ടി വരും, അത്രേ ഉള്ളൂ. എന്നാലും നല്ല രീതിയിൽ ടാനിങ് ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ എന്നെ ഹെൽപ്പ് ചെയ്തൊരു സാധനമാണ് ഈ ഒരു ബോഡി സൺസ്ക്രീൻ. ഇതിന് മണവും കുഴപ്പമൊന്നും ഇല്ലാത്തൊരു മണമാണ്. അപ്പം നിങ്ങൾക്ക് ഈ സാധനം ഭയങ്കര നന്നായിട്ടുണ്ടാവും. ഒരു ബോഡി സൺസ്ക്രീൻ ആണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇത് ഞാൻ അടച്ചായിരുന്നു, ഇങ്ങനെ എനിക്ക് അടയ്ക്കുന്നത്. അപ്പോൾ ബോഡി സൺസ്ക്രീൻ ആണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പും. ഇത് അത്യാവശ്യം ഞാനിപ്പോൾ കറൻ്റ്ലി ഉപയോഗിക്കുന്ന ഈ ഒരു സാധനമാണ്. നമുക്ക് ഇത്രയും സൺസ്കൂപ്പിൻ്റെ അവൈലബിൾ ആണ്, അതുപോലെ അക്കോളജിക്കയുടെ അവൈലബിൾ ആണ്. അപ്പം അവൈലബിൾ ആയിട്ടുള്ളതൊക്കെ മേടിക്കുക. ഇതുപോലെ സ്പ്രേ അടിക്കാൻ പോലത്തെ ആഗ്രഹമുള്ളവർക്ക് അത് മേടിക്കാം. അല്ലാതെ എന്നെ പോലെ ബോഡി ലോഷനൊക്കെ ആഗ്രഹമുള്ളവർക്ക് ഈ ഒരു ഐറ്റം മേടിക്കാം. പിന്നീട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ എക്സ്ഫോളിയേറ്റ് ചെയ്യുക. എക്സ്ഫോളിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡെഡ് സ്കിന്നൊക്കെ റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പം എക്സ്ഫോളിയേറ്റ് ചെയ്യാൻ ഞാൻ യൂസ് ചെയ്യുന്ന ഈ ഒരു സാധനമാണ്. ഇത് ബോഡി വൈസിന്റെ 10% AHA ബോഡി സ്ക്രബാണ്. ഏറെക്കുറെ തീരാറായി. നിങ്ങൾ കണ്ടോ? തീരാറായി. ഞാൻ കുറെ നാളായിട്ട് കാണിക്കുന്നതായിരുന്നു. കണ്ടോ? ഉപയോഗിച്ച് പരിവായിട്ടിരിക്കുന്ന പോലെ നിങ്ങൾ കാണുന്നത്. എന്തായാലും ഈ ഒരു സാധനം ഭയങ്കര നല്ലതായിരുന്നു. ബോഡി എക്സ്ഫോളിയേറ്റ് ചെയ്യുന്നത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. നമ്മൾ ഈ മുഖത്ത് സ്ക്രബ് യൂസ് ചെയ്യുമല്ലോ, ഫേസ് സ്ക്രബ്, അത് ഒരിക്കലും മുഖത്ത് ഉപയോഗിക്കാൻ പാടില്ല, ദേഹത്താണ് ഉപയോഗിക്കേണ്ടത്. അപ്പം മുഖത്ത് അതിനെപ്പറ്റി ഞാൻ വീഡിയോ ഇടാം കേട്ടോ. അത് എന്നോട് ചോദിച്ചു കുറേ പേര്, മുഖത്ത് ബോഡി സ്ക്രബ് ഉപയോഗിക്കേണ്ട എന്ന് പറഞ്ഞപ്പോൾ മുഖത്ത് എന്താണ് അപ്പം ഉപയോഗിച്ച് വൃത്തിയാക്കേണ്ട, ഡെഡ് സ്കിൻ റിമൂവ് ചെയ്യാൻ എന്താണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് അതിനെക്കുറിച്ച് ഞാൻ പറയാം. ആദ്യം ഇതാണ് നമ്മൾ ബോഡിയിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞ സാധനം. ഇത് AHA ബോഡി സ്ക്രബ് ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ടാനിങ് റെഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുള്ള സാധനമാണ്. നമ്മൾ കുളിക്കാൻ നേരത്ത് ഈ ഒരു സാധനം ഇത്തിരി ഒന്ന് എടുത്തിട്ട് നല്ല രീതിയിൽ സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ബോഡിയിലെല്ലാം നല്ല രീതിയിൽ സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നത് ഭയങ്കര നല്ലതാണ്. എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ആവുന്നൊരു തോന്നി. ആഴ്ചയിൽ ഒരു 3 തവണ മാത്രം ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട.
ആഴ്ചയിൽ 3 തവണ അത് കൂടുതലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഓവറായിട്ട് സ്കിൻ എക്സ്പോളിറ്റ് ആവാൻ റഫ് ആവാനൊക്കെ ഉള്ള പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ ആഴ്ചയിൽ 3 തവണ മാത്രം ഞാൻ ഈ ഒരു സാധനം ഉപയോഗിക്കും. പിന്നീട് 3 തവണയൊന്നും ചിലപ്പോൾ ഞാൻ ഉപയോഗിക്കത്തില്ല കേട്ടോ, രണ്ടോ തവണ അല്ലെങ്കിൽ 1 തവണയൊക്കെ ഉപയോഗിക്കുക, അത്രയ്ക്ക് അതിൻ്റെയൊക്കെ ആവശ്യമുള്ളൂ. ഇത് മെയിനായിട്ടെന്ന് പറയുമ്പോൾ ഒരു സൺസ്ക്രീൻ ലോഷൻ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ സൺസ്ക്രീൻ ലോഷൻ അല്ലെങ്കിൽ ഒരു ബോഡി സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക. പിന്നീട് ഞാൻ ഒരു രാത്രി, ഇപ്പോൾ രാവിലെ ബോഡി സൺസ്ക്രീൻ ആയിട്ട് ലോഷനും കൂടെ ആവണം, രാത്രി ഞാൻ യൂസ് ചെയ്യുന്ന ഈ ഒരു സാധനം കാണിച്ചു തരാം. ഇതും വിഷ് കെയറിൻ്റെ തന്നെ മറ്റേ കോംബോയിൽ കിട്ടിയതാണ്. ഇത് വിഷ് കെയറിൻ്റെ കുറേ ഇതിനെപ്പറ്റി ഞാൻ കുറേ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഒരു സാമ്പിൾ കുറേ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഇതിൻ്റെ ഫുൾ സൈസ് മേടിച്ചത്. കാണുന്നില്ലേ? കാണണ്ടേ, ഇതാണ് സാധനം. AHA BHA ബോഡി ലോഷനാണ്. അതുപോലെ ഇതിനകത്ത് നയാസിനമായിട്ടുണ്ട് സാലിസിലിക് ആസിഡ്. നമ്മൾ ഈ എന്താ കയ്യിലൊക്കെ ഉണ്ടല്ലോ കുഞ്ഞു കുരുക്കളൊക്കെ വരുമല്ലോ, ഇൻഗ്രോൺ ഹെയർസ് ഒക്കെ വരുമ്പോൾ അതെല്ലാം പ്രിവെന്റ് ചെയ്യാൻ, ബോഡിയിൽ മറ്റേ ദേഹത്തൊക്കെ നിറയെ കുരു വരുമല്ലോ അതൊക്കെ നല്ല രീതിയിൽ മാറ്റാനും, ടാനിങ് നല്ല രീതിയിൽ ഈ സാധനം എനിക്ക് കുറയുന്ന പോലെ തോന്നി. അപ്പം ഒരു നല്ല രീതിയിലൊരു ബോഡി ലോഷനും ആണ്, എന്നാൽ ഒരു അത്യാവശ്യം നല്ല മണമൊക്കെ ഉണ്ട്. ഇതിനകത്ത് ബ്ലൂബെറി ഒക്കെ ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു നല്ല രീതിയിൽ മണമുണ്ട്. അത് സ്മൂത്ത് ആയിട്ടായിരിക്കും. ഈ സാധനം എനിക്ക് അത്യാവശ്യം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു ബോഡി ലോഷനാണ്. നിങ്ങൾ ഒന്നുകൂടെ പേര് വേണമെങ്കിൽ നോക്കി വെച്ചു. പിന്നെ നിങ്ങൾക്ക് വേറെ ഒരു ടാനിങ് റിമൂവ് ചെയ്യുന്ന ബോഡി ലോഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഡോക്ടർ ഷീത്തിൻ്റെ ലാക്റ്റിക് ആസിഡ് ബോഡി ലോഷനാണ്. ലാക്റ്റിക് ആസിഡ് എന്ന് പറയുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ടാനിങ്ങും ഹൈപ്പർ പിഗ്മെന്റേഷനൊക്കെ റെഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ ഈ ഒരു AHA BHA ബോഡി ലോഷനാണ് എനിക്കൊരു ടോപ്പിക്കായിട്ട് പറയാം, അത്രയും ഇഷ്ടമുള്ള സാധനം. എനിക്ക് ഇത് വളരെ വളരെ ഇഷ്ടം. പിന്നെ ഞാൻ കുറേ പേര് കണ്ടിട്ടുണ്ട് ബോഡി ലോഷൻ മുഖത്ത് തേക്കുന്നു. ചെയ്യരുത്. ബോഡിയിൽ യൂസ് ചെയ്യുന്ന യാതൊരു പ്രോഡക്റ്റും മുഖത്തിലോട്ട് തേക്കാനേ പോകരുത്. കാരണം പണി കിട്ടും ഗൈസ്. കാരണം ബോഡിയിൽ ഉള്ള നമ്മുടെ സ്കിന്നിൻ്റെ ആ ഒരു പരുവും മുഖത്തുള്ള സ്കിന്നിൻ്റെ ഒരു ടെക്സ്ചറും ഭയങ്കര ഡിഫറെൻ്റ് ആണ്. നമ്മുടെ മുഖം ഭയങ്കര സോഫ്റ്റ് ആണ്, ഭയങ്കര ഡെലിക്കേറ്റ് ആണ്. അപ്പോൾ അവിടെയൊക്കെ എന്ന് പറയുമ്പം നമ്മളൊരു കുഞ്ഞു വാവേനെ ട്രീറ്റ് ചെയ്യുന്ന പോലെ വേണം ഈ മോന്തയം ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെന്നുണ്ടെങ്കിൽ നല്ല പണി കിട്ടും. ചെയ്യരുത്. ഇതൊക്കെ എന്ന് പറയുമ്പോൾ ഒരിക്കലും മുഖത്ത് തേക്കാൻ പാടില്ല. കാരണം എക്സ്ട്രാ എക്സ്പോളിയേഷൻ ആയിപ്പോവും. ചെയ്യരുത്. ദേഹത്ത് മാത്രം അപ്ലൈ ചെയ്യുക, ഭയങ്കര നല്ലതാണ്. പിന്നെ ഞാൻ കുറേ ഈ മറ്റേ ഗാർ സോപ്പിൻ്റെ സോപ്പുകളാണെങ്കിലും നമുക്ക് ഒരുപാട് സോപ്പുകൾ അവൈലബിൾ ആണ് ടാനിങ് അത്യാവശ്യം നല്ല രീതിയിൽ എക്സ്പോളിയേറ്റ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഈ ഒരു സ്ക്രബ് യൂസ് ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് ആ ഒരു ഗാർ സോപ്പിൻ്റെ ആ ഒരു സോപ്പിനകത്ത് നമുക്ക് ഇതുപോലെ ഈ ഒരു സാധനം ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട, ഈ ഒരു സാധനത്തിനെ പറ്റി ഞാൻ നല്ല രീതിയിൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സാധനത്തിൻ്റെ പുറകിലും നമുക്ക് ഈ ഉരയ്ക്കുന്ന സാധനമുണ്ട്. എക്സ്പോളിയേറ്റ് ചെയ്യുന്ന ഭയങ്കര നല്ലത്. എന്നാ പറഞ്ഞത് എടുത്ത് മുഖത്ത് വയ്ക്കരുത്, മുഖത്തിങ്ങനെ ഉരയ്ക്കരുത്. മുഖത്തുനിന്നൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ചെയ്യരുതൊക്കെ. അപ്പം നമ്മൾ ബോഡി എക്സ്പോളിയേറ്റ് ചെയ്ത് കാണാം. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, എല്ലാ പ്രോഡക്റ്റും ഒരേപോലെ എല്ലാവർക്കും വർക്ക് ചെയ്യില്ല. സത്യമാണ് ഗൈസ്. അപ്പം ഞാൻ പറയുമ്പോൾ നമ്മളൊരു പ്രോഡക്റ്റ്, ഇപ്പോൾ ഗാർ സോപ്പിൻ്റെ തന്നെ ഒരു പ്രോഡക്റ്റ് നമ്മൾ അതിനകത്ത് മിക്സഡ് റിവ്യൂസ് നമ്മൾ കമൻസ് നോക്കുമ്പോൾ ഒരു 100 പേർക്ക് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യും, വേറൊരു 100 പേർക്ക് എനിക്ക് വർക്ക് ചെയ്തില്ല, പൈസ പോയി എന്ന് പറയും. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോഡക്റ്റ് എല്ലാവർക്കും ഒരേപോലെ വർക്ക് ചെയ്യില്ല. നമ്മൾ ട്രൈ ചെയ്ത് നോക്കണം. ഓരോരുത്തർക്ക് പിഗ്മെൻറ്റേഷൻ്റെ കാരണം ഡിഫറെൻ്റ് ആണ്, അപ്പം ടാനിങ്ങിൻ്റെ കാരണം ഡിഫറെൻ്റ് ആണ്, ഓരോരുത്തർക്ക് ഓരോ സ്കിന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മളത് ഫിഗർ ഔട്ട് ചെയ്യണം. നമ്മൾ ട്രൈ ചെയ്ത് നമുക്ക് ഓരോ പ്രോഡക്റ്റും ട്രൈ ചെയ്ത് കൺസിസ്റ്റൻ്റ് ആയിട്ട്. ഒരു കാര്യം എന്ന് പറയുമ്പോൾ പലരും 1 ദിവസം 2 ദിവസം ഒരാഴ്ച ഉപയോഗിച്ചിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയില്ല എന്ന് പറയുന്നവരാണ്. അതിനെ നമുക്ക് അവോയ്ഡ് ചെയ്യാം. അത് അത്യാവശ്യം ചിന്തിക്കാത്തവരാണെന്നെങ്കിലും പറയാം. ബാക്കിയുള്ളവരെന്ന് പറയുമ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഉപയോഗിച്ചിട്ടും കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരാഴ്ച 1 മാസമെങ്കിലും മിനിമം കൺസിസ്റ്റൻ്റ് ആയിട്ട് ഉപയോഗിച്ചിട്ടും റിസൾട്ട് കിട്ടുന്നില്ല, ഒരു ടാനിങ്ങിൻ്റെ ഇത്തിരിയെങ്കിലും ഒരു കുറവില്ല എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓക്കെ സ്യൂട്ടബിൾ അല്ല, പ്രോഡക്റ്റ് മാറ്റാം എന്ന രീതിയിൽ മാറ്റാം. കാരണം നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കണം, നമുക്ക് ഏത് പ്രോഡക്റ്റ് ആണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയാലേ പറ്റത്തുള്ളൂ. അതത്രേ ഉള്ളൂ. ഇപ്പം നമ്മളൊരു ഡെർമാറ്റിൻ്റെ അടുത്ത് പോകുമ്പോഴും നമ്മൾ മിക്ക പ്രോഡക്റ്റ് അവർ തരുന്നതാണെങ്കിലും നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴേ നമുക്ക് അറിയത്തുള്ളൂ നമുക്കത് ഓക്കെ ആണോ, നമുക്കത് വർക്കാവോ എന്നുള്ളത്. എല്ലാം ഒന്നും വർക്കാവില്ല. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ചിലർക്ക് ഭയങ്കര നല്ല റിവ്യൂസ് പറയുമ്പോഴേക്കും നമ്മൾ പോയിട്ട് കൊള്ളത്തില്ല നമുക്ക് കൊള്ളത്തില്ല എന്ന് പറഞ്ഞത് എല്ലാവർക്കും കൊള്ളാതിരിക്കണം എന്നില്ല. അത് കുറേ പേർക്ക് വർക്കാവും, കുറേ പേർക്ക് വർക്കാവില്ല. അത് അങ്ങനെയാണ്. അത് നമ്മൾ ഫിഗർ ഔട്ട് ചെയ്യണം. നമുക്ക് ഒരിപ്പം തന്നെ. അതുകൊണ്ടാണ് ഞാൻ എല്ലാം നമുക്കൊരു കോള് വന്നതാണ്. അയ്യോ, അപ്പോൾ എന്താ ഞാൻ പറഞ്ഞു തന്നെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പുതിയ പ്രോഡക്ട്സ് പരിചയപ്പെട്ട ഓരോ പ്രോഡക്ട്സ് കാണുമ്പോൾ ഒരേ റീസൺ മാറ്റാനുള്ള, ഒരേ സ്കിൻ കൺസേൺ മാറ്റാനുള്ള പല പ്രോഡക്ട്സുകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
പല പ്രോഡക്ട്സുകളാണ് പല ആൾക്കാർക്കും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ആൾക്കാർ കാണുന്നതല്ലേ. അപ്പോൾ ഓരോരുത്തർക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പല ഡിഫറെൻറ്റ് പ്രോഡക്ട്സുകൾക്ക് വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ഞാൻ ഓരോ വീഡിയോ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണാമായിരിക്കും ഒരേ റീസൺ പറ്റിയിട്ട് പല വീഡിയോസ് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാം കാണാൻ നോക്കുക. ഓരോ പ്രോഡക്ട്സ് ആയിട്ട് ട്രൈ ചെയ്ത് കൃത്യമായിട്ടുള്ള ആപ്ലിക്കേഷൻ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാം. അതാണ് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത്. ഈ 2 ബോഡി ലോഷനും സൺസ്ക്രീനും ഡെയിലി യൂസ് ചെയ്യാൻ നോക്കുക. ഏറ്റവും നല്ല തലവേദനിക്കുന്നേ ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് നല്ല രീതിയിൽ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക. അതേപോലെ സൺസ്ക്രീൻ ഒരു എന്താ പറയുക, നമ്മൾ ഉടുപ്പിടാതെ പുറത്ത് പോകത്തില്ല എന്ന് പറയുന്ന പോലെ തന്നെ സൺസ്ക്രീൻ ഇടാതെ പുറത്ത് പോകരുത്. അത് പിന്നെ നിങ്ങൾക്ക് ഉപകാരപ്പെടും, നല്ല രീതിയിൽ ഉപകാരപ്പെടും. കുറച്ച് പ്രായമാകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോഴൊന്നും ഒരു ടാനിങ്ങിൻ്റെ ഒരു സംഭവം മാത്രമേ ഇപ്പോൾ തോന്നത്തുള്ളൂ. പിന്നീട് നിങ്ങൾക്കൊരു നല്ല രീതിയിൽ ഏറ്റവും നല്ല ആൻറ്റി ഏജിങ് ആണ് സൺസ്ക്രീൻ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ കുറേ വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിട്ടാണ് നിങ്ങൾ സൺസ്ക്രീൻ ഇടുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ എന്നോട് നന്ദി പറയില്ല അല്ലേ? ഓക്കെ, അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ സൺസ്ക്രീൻ ഇടുക. പുതിയ പ്രോഡക്ട്സുകൾ ഞാൻ ഓരോ വീഡിയോസ് ആയിട്ട് കാണിച്ചു തരാം. ഞാൻ ഓരോ പ്രോഡക്റ്റ്സ് ട്രൈ ചെയ്യുമ്പോഴേക്കും അതിൻ്റെ ഫുള്ള് റിവ്യൂസും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. എനിക്ക് ഓരോ അപേക്ഷയേ ഉള്ളൂ, കൃത്യമായിട്ട് പ്രോഡക്റ്റ്സ് ട്രൈ ചെയ്യുക, കൺസിസ്റ്റൻ്റ് ആയിട്ട് ഉപയോഗിക്കുക. എനിക്ക് വേറെ ഒന്നും പറയാനില്ല, കൺസിസ്റ്റൻ്റ് ആയിട്ട് ഉപയോഗിക്കുക. അതുമാത്രമല്ല, നിങ്ങൾ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ് നല്ല പ്രോഡക്റ്റ് ആണോ എന്നുള്ളത് കുറച്ചധികം റിസർച്ച് ചെയ്തിട്ട് മാത്രം ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കാൻ നോക്കുക. അതുപോലെ കൺസിസ്റ്റൻ്റ് ആയിട്ട് മാസങ്ങളോളം ടൈം എടുക്കും പലർക്കും. അതുകൊണ്ട് തന്നെ അത്രയും ടൈം എടുത്ത് നിങ്ങൾ ചെയ്യാൻ നോക്കാം. ഓക്കെ, അല്ലാതെ പെട്ടെന്ന് റിസൾട്ട് വേണം എന്ന് വിചാരിക്കരുത്. പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലിനിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ഓപ്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻസ് ചോദിക്കാൻ മറക്കണ്ട. ഉറക്കം വരുന്നു. ഓക്കെ, ബൈ.